എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം തികയുന്നുള്ളൂ. പറഞ്ഞില്ല, ആഗസ്റ്റ് 18-ന് 3 മാസം തികയുള്ളൂ. അതൊരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമയമൊന്നുമല്ല. പക്ഷേ ഈ 3 മാസം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാം, കെ.എം. ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ്, 2 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടില്ലേ? PM ശ്രീ പദ്ധതി എന്ത് ചെയ്യണമെന്ന ഷാജി പറഞ്ഞ, കടലിൽ എടുത്തെറിയണമെന്നാണ്. ഇപ്പൊ ഷാജി പറഞ്ഞെന്താ? അന്ന് ഞാൻ കടലിൽ എടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കടലിന്റെ അപ്പുറത്ത് അഴുക്കുചാല്, അതിനേക്കാൾ വലിയ അഴുക്കുചാല് ഉണ്ടെങ്കിൽ ആ അഴുക്കുചാലിലേക്കാണ് ഈ പദ്ധതി എടുത്തെറിയുന്നത്. ഇത് ലീഗിന്റെ സമീപനാണോ? കോൺഗ്രസിന്റെ സമീപനാണോ? കേരളത്തിൽ അവരല്ലേ ഇത് നടപ്പിലാക്കുന്നത്? അപ്പൊ എങ്ങനെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പ്രായോഗികമായ നിലപാട്? ഇതാണ് ഭരണരംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾ. അപ്പോ ഇത് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന സമയത്ത്, നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഇപ്പം പിരിച്ചുവിടുന്ന എത്രയോ ആളുകൾ സമരരംഗത്ത് വരുന്നുണ്ടല്ലേ? സ്ഥലമാറ്റത്തിനെതിരെ KSRTC-യിൽ 21 ജീവനക്കാരെ സ്ഥലം മാറ്റി, ഹെഡ് ഓഫീസിൽ നിന്ന് മാത്രം. ആ 21 ജീവനക്കാരും ഒരു യൂണിയനിൽപ്പെട്ടവർ. അതിനകത്തുള്ള 2 പേർ INTUC-യിലേക്ക് രാജിവെച്ചു പോയി. ആ 2 പേരുടെയും ട്രാൻസ്ഫർ INTUC-യിലേക്ക് രാജിവെച്ചത് കൊണ്ട് റദ്ദ് ചെയ്തു കൊടുത്തു. ഇത് ശരിയാണോ? ഇതൊരു ഭരണ സംവിധാനത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു നിലപാടാണോ? ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ, ഇതുപോലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഞാൻ MLA ആയിരിക്കുന്ന സമയത്ത്. എൻ്റെ ഒരു PA ഉണ്ടായിരുന്നു. അയാൾക്ക് 5ാമത്തെ ട്രാൻസ്ഫറാണ് തുടങ്ങുന്നത്. അയാൾ അത്ര വലിയ ഒരു സജീവ പൊളിറ്റീഷ്യൻ ഒന്നല്ല. അയാളൊരു സാധാരണ സർക്കാർ ജീവനക്കാരനാണ്. അയാളിപ്പം ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് ജോലി ചെയ്യുക. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് മാറ്റി, കാസർഗോഡ് നിന്ന് ഇടുക്കിക്ക് മാറ്റി, ഇടുക്കിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് മാറ്റി, പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് മാറ്റി, പാലക്കാട്ട് നിന്ന് ഇടുക്കിയിലേക്ക് മാറ്റി. ഇതൊരു ജീവനക്കാരനാണ്, മനുഷ്യരല്ലേ അവര്. ഇതുപോലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. എൻ്റെ അനുഭവത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു മാനസിക പിരിമുറുക്കത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഇതാണ് സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് തിരുത്താൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. അതാണ് ഈ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തിരുത്തണം ഗവൺമെന്റ്. ഇങ്ങനെയല്ലല്ലോ കഴിഞ്ഞ കാലത്തെ ഭരണം, ഇങ്ങനെയല്ലല്ലോ. അപ്പോ ഇതൊരു ഗവൺമെന്റ് ഇത് തിരുത്തുന്നതിന് വേണ്ടി, ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേട്ട് കഴിഞ്ഞാൽ ആർക്കാ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ കഴിയും? എത്ര ധിക്കാരത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ പറയുന്നതെല്ലാം വസ്തുതാവിരുദ്ധമായിട്ടുള്ള, അടുത്ത ദിവസം നമുക്ക് ചിലപ്പോൾ ഒന്ന് കാണേണ്ടി വരും. ഞാൻ അതിന്റെ ഒരു പട്ടിക എടുക്കാം. അദ്ദേഹത്തിന്റെ നുണകളെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് എടുക്കുന്നുണ്ട്. ഇല്ല എന്നല്ലേ പറയാ. എത്ര ആക്ഷേപത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ ഒരു ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് സംസാരിക്കുന്നത് നിങ്ങളെല്ലാം കേൾക്കുന്നില്ലേ? ഭരണാധികാരിക്ക് ചേർന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ അപഹസിക്കുക, അവരെ അങ്ങേയറ്റം അപമാനിക്കുക, പരിഹസിക്കുക. ഇതൊരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യമാണ്? ഭരണാധികാരികളുടെ മുമ്പാകെ ഇഷ്ടമുള്ളതും ഇല്ലാത്തതൊക്കെ ആളുകൾ പറഞ്ഞെന്ന് വരും. അവരോട് അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഇത് നടക്കുകയാണ് കേരളത്തിൽ. അത് തിരുത്തണം എന്നവരോട് പറയുകയാണ്. ഈ ജനവിരുദ്ധ നിലപാടിൽ നിങ്ങൾ മാറണം എന്നവരോട് പറയുകയാണ്. അത് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അത് ഞങ്ങൾ അടുത്ത മാസം യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് തീരുമാനമുണ്ടാകും.